ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 3 DSSC പേപ്പറായിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 4 എത്തി നമ്മൾ. മൊഡ്യൂൾ 4ൻ്റെ ടൈറ്റിൽ ദി എലിസബത്തൻ ഏജ് എന്നാണ്. സോ എപ്പോഴത്തേയും പോലെ നമുക്ക് ആദ്യം ഒന്ന് സിലബസ് നോക്കാം. എലിസബത്തൻ ലിറ്ററേച്ചർ, എലിസബത്തൻ പോയട്രി, ടോട്ടൽസ് മിസ്സലനി, സിഡ്നി സ്പെൻസർ, ഷേക്സ്പിയർ, ഇസബെല്ല വിറ്റ്നി, മേരി സിഡ്നി. കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിൻ്റെയൊക്കെ പേരാണ് അതിൽ വരുന്നത്. ഏർലി ഇംഗ്ലീഷ് ഡ്രാമ, ഗോർബഡക്, റാൽഫ് ഡോയ്സ്റ്റർ, എലിസബത്തൻ ഡ്രാമ, എലിസബത്തൻ തിയേറ്റർ, ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് വില്യം ഷേക്സ്പിയർ, യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ബെൻ ജോൺസൺ ആൻഡ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, എലിസബത്തൻ പ്രോസ് റൊമാൻസസ്, ഫ്രാൻസിസ് ബേക്കൺ, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദി ബൈബിൾ, ജോൺ ഡൺ ആൻഡ് ദി മെറ്റഫിസിക്കൽ പോയട്രി. യൂണിറ്റ് 18 കുറച്ച് കോർ ടെക്സ്റ്റുകളാണ് വരുന്നത്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ, ഓരോ കോർ ടെക്സ്റ്റിനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നത് യൂണിറ്റ് 13, 15, 16 ആൻഡ് 18 നിന്ന്. യൂണിറ്റ് വൈസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആ സമയത്ത് എലിസബത്തൻ ഏജിൽ നടന്ന കുറച്ചൊരു എന്തൊക്കെയാണ് ആ സാഹചര്യത്തിൽ നടക്കുന്നത്, എന്താണ് അവിടുത്തെ സാഹചര്യം, ആരാണ് റൂളർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാനുണ്ട്. സോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എ സ്ട്രോങ് യൂണിഫൈഡ് മൊണാർക്ക്. എലിസബത്തൻ ഏജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ക്വീൻ എലിസബത്ത് ആയിരുന്നു അവിടുത്തെ രാജ്ഞി. Queen Elizabeth I was a powerful and charismatic ruler. After the turbulent reigns of her siblings, she brought stability and a strong central government. ക്വീൻ എലിസബത്തിൻ്റെ സഹോദരങ്ങൾ യൂണിറ്റ് വൈസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് എലിസബത്തൻ ഏജിലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റിംഗ് എങ്ങനെയൊക്കെയാണ് 1558 മുതൽ 1603 വരെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്, ആരാണ് റൂളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. സോ എലിസബത്തൻ ഏജ് എന്ന് പറയുമ്പോൾ തന്നെ ക്വീൻ എലിസബത്ത് ദി ഫസ്റ്റ് ആയിരുന്നു എലിസബത്തൻ ഏജിലെ റൂളർ എന്ന് പറയുന്നത്. സോ ഷീ വാസ് എ സ്ട്രോങ് യൂണിഫൈഡ് മൊണാർക്ക്. ഇവിടെ കുറേ പ്രശ്നങ്ങൾ മതപരമായിട്ടും മതത്തിൽ തന്നെ കാത്തലിക്കും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ കുറേ എതിർപ്പുകളും, ആരാണ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള മതം ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ്. മാത്രമല്ല ക്വീൻ എലിസബത്തിൻ്റെ സിബ്ലിങ്സ് തന്നെ, സഹോദരങ്ങൾ തന്നെ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഷീ വാസ് എ പവർഫുൾ ആൻഡ് കാരിസ്മാറ്റിക് റൂളർ. വളരെ പവർഫുൾ ആയിരുന്നു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റബാണായിട്ട് അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമുള്ള ഒരു റൂളർ കൂടെ ആയിരുന്നു ക്വീൻ എലിസബത്ത്. ഇപ്പോൾ സിബ്ലിങ്സ് വളരെ പ്രശ്നത്തിൽ ടർബുലൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. പള്ളിയുടെ ആൾക്കാരും അല്ലാണ്ട് മൊണാർക്സിന് തന്നെ, റൂളറിന് തന്നെ ഇവിടെ ഒരു പവർ ഉണ്ട് എന്ന് എക്സിബിറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. She established a moderate Protestant Church of England, the Anglican Church. This was a middle way to stop the violent conflict between Catholics and Protestants. While it angered extremists on both sides, it brought peace to most of the country. സോ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു തർക്കം, മതപരമായിട്ടുള്ള തർക്കം നടക്കുന്നത് കാത്തലിക്കുകാരും പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിലാണ്. സോ പ്രൊട്ടസ്റ്റൻസിൻ്റെ ഒരു ബിലീഫിൽ നമ്മൾ ഒരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂസിലോട്ടും പോകരുത്, ദൈവം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ജീവിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കാത്തലിക്സ് അങ്ങനെയല്ല. പ്രീസ്റ്റുകളൊക്കെ ഭയങ്കര ഒരു ലക്ഷറിയൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ പോകുമായിരുന്നു. സോ ഇവരെ രണ്ടുപേരെയും നയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്വീൻ എലിസബത്ത് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചർച്ചിനെ തന്നെ, ഒരു മോഡറേറ്റ് പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിനെ നിലവിലോട്ട് കൊണ്ടുവന്നു. രണ്ട് മതക്കാരും പറയുന്ന കുറേ കാര്യങ്ങളെ ഒത്തുകൊണ്ടുപോകുന്നൊരു രീതിയിൽ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ആക്ച്വലി രണ്ട് മതത്തിലും വിശ്വസിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകൾ, ഭയങ്കരമായിട്ട് കാത്തലിക് ബിലീവേഴ്സും ഭയങ്കര പ്രൊട്ടസ്റ്റൻ്റ് ബിലീവേഴ്സിനും വലിയ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഈ ഒരു ആംഗ്ലിക്കൻ മതം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതായത് മതത്തിൻ്റെ നല്ല വശങ്ങളെല്ലാം ഉണ്ട്, എന്നാൽ ഒരുപാട് എക്സ്ട്രീം ആവുന്നതുമില്ല. സോ ഇത് രാജ്യമെമ്പാടും ഒരു പീസ് കൊണ്ടുവന്നു. Then the cult of Gloriana. Elizabeth cultivated a powerful public image as the Virgin Queen married to the nation. This was not just a personal choice but a brilliant political strategy to maintain her independence, avoid foreign domination through marriage and become a symbol of peace, prosperity and national pride. ക്വീൻ എലിസബത്ത് വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വീൻ എലിസബത്തിനെ വിർജിൻ ക്വീൻ അഥവാ കന്യകയായ രാജ്ഞി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഈ വിവാഹം കഴിക്കാതിരിക്കുന്നത് അതൊരു ബ്രില്യൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ മൂവ് കൂടെയാണ്. വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തിൻ്റെ പാർട്ടായിട്ട് ഇംഗ്ലണ്ട് മാറുമായിരുന്നു. അതൊക്കെ തടഞ്ഞ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ റൂൾ ചെയ്ത് ഇംഗ്ലണ്ടിന് ഇത്രയും വലിയൊരു പ്രോസ്പെരിറ്റി
ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മുടെ ക്വീൻ എലിസബത്തിന് സാധിച്ചു. ദെൻ ദി സ്പാനിഷ് ത്രെറ്റ്. Catholic Spain, the most powerful nation in Europe, saw Protestant England as a heretic enemy. This led to the famous Spanish Armada in 1588, which England famously defeated. This victory made England feel protected by God and created a huge surge of national pride. So, ഒരു വിധത്തിലെ സമാധാനം എലിസബത്ത് രാജ്ഞി പ്രൊട്ടസ്റ്റൻസിന് ഒരല്പം മുൻകൈ കൊണ്ടുവന്ന് പീസ് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കും സ്പെയിനുകാർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്പെയിന് ഭയങ്കര കാത്തലിക് ബിലീവേഴ്സായിരുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു സ്പെയിന്. അവർ ഒത്തിരി വലിയ കാത്തലിക് ബിലീവേഴ്സുമായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ക്വീൻ എലിസബത്തിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് ഒരുവിധം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല അവർ പ്രൊട്ടസ്റ്റൻ്റ് ബിലീവേഴ്സുമായിരുന്നു. സോ കാത്തലിക് ബിലീവേഴ്സിന് പ്രൊട്ടസ്റ്റൻ്റ് ബിലീവേഴ്സിന് ഇഷ്ടമല്ല. സോ സ്പെയിൻ വളരെ ഫേമസും ആയിരുന്നു. അവർക്ക് വലിയ ആർമികളുണ്ടായിരുന്നു. അവരുടെ ആർമീനെ തന്നെ സ്പാനിഷ് അർമാഡ എന്നാണ് പറയുന്നത്. ഒരു ആർമിയായിട്ട് വന്ന് ഇംഗ്ലണ്ടിനെ, ഈ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ബിലീഫുള്ള ഇംഗ്ലണ്ടിനെ തച്ച് തകർത്ത് ഇംഗ്ലണ്ടിനെ കൂടെ പിടിച്ചെടുത്ത് സ്പെയിനിൻ്റെ ഭാഗമാക്കാനായിട്ട് 1588 യുദ്ധമായിട്ട് വരും. പക്ഷേ ഇംഗ്ലണ്ട് വളരെ ആർമി വൈസൊന്നും അത്ര ബ്രില്യൻ്റ് അല്ലാതിരുന്ന ഒരു രാജ്യം ഈ സ്പാനിഷുകാരെ അങ്ങ് തോൽപ്പിക്കുകയാണ്. അത്രയും വലിയ ആർമിയുള്ള സ്പെയിനെ ഇവർ തോൽപ്പിക്കുകയാണ്. സോ അത് വലിയൊരു വിക്ടറി. ഇംഗ്ലണ്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നമുക്ക് ഗോഡിൻ്റെ ഒരു വില്ല് നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവത്തിന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാണ്, ഇങ്ങനൊരു തോട്ട് വരികയും വലിയൊരു നാഷണൽ പ്രൈഡ് അവർക്കുണ്ടാവുകയും ചെയ്തു. സോ ഇതും കൂടി ആയപ്പോഴത്തേക്കും ജനങ്ങൾക്ക് ക്വീൻ എലിസബത്തിലുണ്ടായ ഒരു വിശ്വാസം കൂടി വരുവാണ്. Then patronage system. The queen maintained the loyalty of powerful nobles by granting them land, titles and important possessions. This kept them dependent on her favor and prevented rebellions. ഇനി ക്വീനിൻ്റെ അടുത്തൊരു സ്ട്രാറ്റജിക് മൂവ് ആയിരുന്നു അരിസ്റ്റോക്രാറ്റ്സിന്, അതായത് കുറേ വസ്തുവകകളെല്ലാം കൈക്കലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ജന്മി എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ അവരുടെ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ അവരെ വെറുപ്പിക്കാൻ നിന്നില്ല. നിങ്ങളുടെ കുറേ പൈസ ഉണ്ടല്ലോ, നിങ്ങൾക്കിനി ഒന്നും ചെയ്തില്ല, അങ്ങനെ വിചാരിക്കാണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡും ടൈറ്റിൽസും, ഇപ്പോൾ ഡ്യൂക്ക് എന്നാവട്ടെ, നൈറ്റ്ഹുഡ് ആവട്ടെ, ഇങ്ങനെയുള്ള ടൈറ്റിൽസൊക്കെ കൊടുത്ത് അവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തി. Then rivalry with Mary, Queen of Scots. Mary, a Catholic and claimant to the English throne, was seen as a focal point for plots to overthrow Elizabeth. Elizabeth eventually had her executed, removing a major political threat. So നമ്മൾ വിചാരിക്കും എലിസബത്ത് രാജ്ഞി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അല്ല, സ്കോട്ട്ലാൻഡിലുള്ള ക്വീൻ മേരിക്ക് നമ്മുടെ എലിസബത്ത് രാജ്ഞിക്ക് ഇംഗ്ലണ്ട് ത്രോണിൽ എന്തുമാത്രം അവകാശമുണ്ടോ അതേ സെയിം അവകാശമുള്ളൊരു രാജ്ഞിയാണ് ക്വീൻ മേരി. ക്വീൻ മേരി കുറേ തവണ എലിസബത്ത് രാജ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം 3-4 തവണ ഇത് ക്ഷമിച്ച് കഴിഞ്ഞിട്ട് ക്വീൻ എലിസബത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ എലിസബത്ത് തന്നെ ഒരു പ്ലോട്ട് റെഡിയാക്കി നമ്മുടെ ക്വീൻ മേരിനെ കൊന്നുകളയുകയാണ്. സോ അതിലൂടെ എന്തൊക്കെ ത്രെറ്റുകളാണോ എലിസബത്ത് രാജ്ഞിയുടെ മുന്നേ വന്നിട്ടുള്ളത് അതെല്ലാം വളരെ പവർഫുള്ളായിട്ട് ക്വീൻ എലിസബത്ത് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് നോക്കാനുണ്ട്. സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ സോഷ്യൽ ഹയറാർക്കി, ദി ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീയിങ്. Society had a strict God-given order. Everyone had their place, the monarch at the top. ഇവരൊരു ഹയറാർക്കി ഫോളോ ചെയ്ത് വന്നിരുന്നു. ആരാണ് ഏറ്റവും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത്, ആരാണ് അടുത്ത് വരേണ്ടത്, അങ്ങനൊരു ഓർഡർ ഇവർ നിലനിർത്തി കൊണ്ടുവന്നിരുന്നു. അതിനാണ് ദി ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. മൊണാർക്ക് അഥവാ റൂളിംഗ് ടീമാണ്, അല്ലെങ്കിൽ കിങ്, ക്വീൻ, അങ്ങനെ വരുന്ന റോയൽ കോർട്ടുകാരാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ദെൻ നോബിൾസ്, ജെൻട്രി, മെർച്ചൻറ്റ്, പെസൻസ് അറ്റ് ദി ബോട്ടം. ഇങ്ങനെയാണ് ഒരു ഓർഡർ ഇവർ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഈ ഓർഡറിനെ ആര് ചലഞ്ച് ചെയ്യുന്നു അതൊരു പാപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, മൊണാർക്കാണ് ഏറ്റവും മുകളിലുള്ളത് എന്നൊരു രീതിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇനി ജെൻട്രിയുടെയും മെർച്ചൻറ്റിൻ്റെയും കാര്യം പറയും. ഇവരാരാണെന്ന് നോക്കാം. റൈസ് ഓഫ് ജെൻട്രി ആൻഡ് മെർച്ചൻറ്റ്സ്. എ ന്യൂ വെൽത്തി മിഡിൽ ക്ലാസ് വാസ് എമർജിങ്. ലാൻഡ് ഓണേഴ്സ് കോൾഡ് ദി ജെൻട്രി ആൻഡ് സക്സസ്ഫുൾ മെർച്ചൻറ്റ്സ്. They were becoming more powerful and influential than the old nobility in some cases. So nobility ജന്മനാൽ തലമുറകളായിട്ട് കൈമാറി കുറേ കാശുണ്ടായി വന്ന ആൾക്കാരാണ് നോബിൾസ്. എലിസബത്ത് രാജ്ഞിയുടെ ഒരു കാലഘട്ടത്തിൽ ജെൻട്രി എന്ന് പറഞ്ഞിട്ട് മെർച്ചൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരാൻ തുടങ്ങി. ജെൻട്രീസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ ആക്ച്വലി ഫാമേഴ്സും കാര്യമൊക്കെ ആയിരുന്നു. ഈ നോബിൾസിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് രക്ഷപ്പെടുന്നില്ലേ, ആ ഒരു
ടൈപ്പായിരുന്നു. ഈ ജെൻട്രീസ് കുറച്ച് വസ്തുവൊക്കെ ഇവരുടെ തുച്ഛമായ വിലയ്ക്ക് മേടിച്ചിട്ട് അത് വെച്ചിട്ട് ഫാമിങ്ങും കാര്യമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വന്ന് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കിട്ടി. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം പവർഫുള്ളായിട്ട് കാശൊക്കെ ആയിട്ട് ചില ഓൾഡ് നൊബിലിറ്റിയെ, പണ്ടത്തെ പണക്കാരെക്കാൾ ഒരു ഇൻഫ്ലുവൻഷ്യൽ പവർ ഇവർക്ക് കിട്ടാൻ തുടങ്ങി. ദെൻ തിയേറ്റർ ആൻഡ് പോപ്പുലർ കൾച്ചർ. ദിസ് വാസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് തിയേറ്റർ. നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് ഇംഗ്ലീഷ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്, എലിസബത്തൻ ഏജ് ആണ്. With William Shakespeare and Christopher Marlowe, theatres like the Globe became hugely popular with all social classes from groundlings to the Queen herself. ക്വീൻ എലിസബത്ത് കലകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പ്രത്യേകിച്ച് നാടകം. ഈ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാടകശാലയായിരുന്നു. ക്വീൻ ഹേർസെൽഫ് വെൻറ്റ് ദെയർ. ഗ്രൗണ്ട്ലിങ്സ്, ഏറ്റവും കോമൺ ആൾക്കാർ, ഏറ്റവും കാശില്ലാത്ത ആൾക്കാർ, വളരെ ലോക്കൽ സ്ട്രാറ്റജിയിലുള്ള ആൾക്കാർ പോയി നാടകം കണ്ടുകൊണ്ടിരുന്നൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ പറയില്ല ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി നാടകം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ക്വീൻ. അതുകൊണ്ട് തന്നെ ക്വീനിന് നാടകങ്ങൾ ഇഷ്ടമായതിനാൽ നാടകത്തിന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു. സോ ഈ ഒരു തിയേറ്ററിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ദി ഗ്ലോബ്. Then poverty and vagrancy, population growth and rising prices led to widespread poverty. The first poor laws were introduced to try and deal with the problems of beggars and the unemployed. സോ ആൾക്കാർക്ക് യുദ്ധവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്ന് സമാധാനമായി തുടങ്ങിയപ്പോഴത്തേക്കും പോപ്പുലേഷൻ നല്ലപോലെ ഗ്രോത്ത് ആവാൻ തുടങ്ങി. അത് ആ ടൈമിൽ തന്നെ പോവേർട്ടിയും അതിദാരിദ്ര്യവും ഉണ്ടാവാൻ തുടങ്ങി. സോ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ദി പുവർ ലോസ്. ഏറ്റവും അതിദാരിദ്ര്യം നേരിടുന്നവർക്കും ജോലിയില്ലാത്തവർക്കും വേണ്ടിയിട്ട് അവർക്ക് ആഹാരം കൊടുക്കുക, ഷെൽട്ടർ കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ദെൻ അർബനൈസേഷൻ. ലണ്ടൻ ഗ്രൂ മാസീവ്ലി ആസ് എ സെൻറ്റർ ഫോർ ട്രേഡ്, പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ, ബിക്കമിങ് വൺ ഓഫ് ദി ലാർജസ്റ്റ് സിറ്റീസ് ഇൻ യൂറോപ്പ്. ഈ ഒരു ടൈം മുതലാണ് ലണ്ടൻ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് മാറാൻ തുടങ്ങിയത്. കച്ചവടം, പൊളിറ്റിക്സ്, ഇതിൻ്റെ എല്ലാം ഒരു സെൻറ്ററായിട്ട് ലണ്ടൻ മാറി. The printing press, introduced a century earlier, the printing press was now a mature technology. It facilitated the spread of new ideas, pamphlets, and most importantly, play text and poetry, making literature more widely available than ever before. So actually printing press ഒരു നൂറ്റാണ്ട് മുന്നേ എത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് അതൊരു മെച്ചുവേർഡായിട്ടുള്ളൊരു ടെക്നോളജി വരുന്നത്. ഒരു തെറ്റുകുറ്റങ്ങളിൽ വളരെ ചീപ്പ് റേറ്റിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ബുക്സൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി. നാടകങ്ങളുടെ വായിക്കപ്പെടുന്ന രൂപങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി. പോയട്രി അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് എല്ലാവരും വായന ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. Then exploration and discovery. It was an age of adventure. Explorers like Sir Francis Drake and Sir Walter Raleigh sailed the world, establishing new trade routes and challenging Spanish dominance. സോ സമാധാനമുണ്ട്. ക്വീൻ തന്നെ ഫണ്ടുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി, ലോകം ഫുള്ള് ചുറ്റി കാണാനും സെയിൽ ചെയ്ത് പുതിയ പുതിയ രാജ്യങ്ങളും ട്രേഡും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 മെയിൻ എക്സ്പ്ലോറേഴ്സാണ് അല്ലെങ്കിൽ നാവികരാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഫ്രാൻസിസ് ഡ്രേക്കും സർ വാൾട്ടർ റെലേയും. ഇവർ രണ്ടുപേരും പുതിയ പുതിയ സീ റൂട്ടുകളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ സ്പെയിനിന് അഥവാ സ്പാനിഷ് ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നതിനെ ഇവരെ തച്ച് തകർക്കാൻ തുടങ്ങി. ദിസ് ബ്രോട്ട് ന്യൂ വെൽത്ത് ആൻഡ് ഗുഡ്സ് ലൈക്ക് ടൊബാക്കോ ആൻഡ് പൊട്ടാറ്റോസ് ടു ഇംഗ്ലണ്ട്. ഈ ഒരു ടൈമിലാണ് പൊട്ടാറ്റോയും ടൊബാക്കോയും ഒക്കെ പുകയിലയും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. സോ ഇൻ എ നട്ട്ഷെൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാഷണൽ കോൺഫിഡൻസിൻ്റെ ഒരു ടൈമായിരുന്നു എലിസബത്തൻ രാജ്ഞിയുടെ ഒരു ഭരണകാലം എന്ന് പറയുന്നത്. ഷി വാസ് എ സ്ട്രോങ് ക്വീൻ ആൻഡ് ദി ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വെർ ഓൾ സോർട്ടഡ് ഔട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ യൂണിറ്റ് വൈസ് പഠിച്ചു തുടങ്ങാം. ആദ്യം വരുന്ന യൂണിറ്റാണ് എലിസബത്തൻ പോയട്രി. സോ ഇങ്ങനെയുള്ള എലിസബത്തൻ സമയത്ത് ലിറ്ററേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആദ്യം എലിസബത്തൻ പോയട്രിയുടെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. This period marked a golden age for English poetry, fueled by the Renaissance spirit of intellectual and artistic exploration. സോ റെനേസൻസ് എന്താണ്, അതിൻ്റെ സ്പിരിറ്റ് എന്താണ്, എന്താ തീം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള ഇംഗ്ലീഷ് പോയട്രിയാണ് നമ്മുടെ എലിസബത്തൻ സമയത്ത് കൂടുതലും കണ്ടുവന്നിരുന്നത്. A system of patronage was crucial. Writers relied on financial support from wealthy nobles or the monarchy. For example, Spenser wrote The Fairy Queen for Queen Elizabeth and The Countess of Pembroke ran a major literary circle. So, പോയിട്രിയുടെ ഏറ്റവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പേട്രണേജ്. പേട്രണേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസർഷിപ്പ് എന്ന് പറയില്ലേ, ആ സെയിം പരിപാടി തന്നെയാണ്.
കാശ് ഉള്ള ഒരു വലിയ കുടുംബക്കാരാവാം, അല്ലെങ്കിൽ ദി ക്വീൻ ഹെർസെൽഫ്, മൊണാർക്കി, റോയൽ കോർട്ട് തന്നെ ആയിരിക്കും. അവരാണ് ഈ എഴുതുന്നവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. എഴുത്തുകാർക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ അത്രയും വലിയൊരു പ്രിവിലേജോ കഴിവുള്ളവരോ അല്ലെങ്കിൽ കലാകാരൻ അംഗീകരിക്കുന്ന അത്രയും വലിയൊരു സമയമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് വേറെ ഒരു ജോലിക്കും പോകാണ്ട് എഴുതിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവർക്ക് അതിനാവശ്യമായ ഫണ്ട് കൊടുക്കണമല്ലോ, അവർക്ക് ജീവിച്ചു പോരാനുള്ള ഫണ്ട്. ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് പേട്രണേജ് എന്ന് പറയുന്നത്. സോ പേട്രൺസ് ഉണ്ടായിരിക്കും, അവരുടെ കീഴിലാണ് ഒരു എഴുത്തുകാരൻ എഴുതുന്നത്. അവർ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ആ എഴുത്ത് വരുന്നത്. സോ എന്നിട്ട് ഇത് ഞാൻ താങ്കൾക്ക് വേണ്ടി എഴുതിയ കവിതയാണെന്ന് പറഞ്ഞ് കവിത വായിച്ച് കേൾപ്പിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. ഉദാഹരണത്തിന് സ്പെൻസർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഠിക്കാൻ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആണ്. അദ്ദേഹം ക്വീൻ എലിസബത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫെയറി ക്വീൻ എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ കൗണ്ടസ് ഓഫ് പെംബ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു കൗണ്ടിൻ്റെ ഫീമെയിൽ ഫോമാണ് കൗണ്ടസ്, ഒരു നോബൽ ടൈറ്റിലാണത്. ആ വ്യക്തി കൗണ്ടസും ഒരു മേജർ ലിറ്റററി സർക്കിൾ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. സോ ആ ലിറ്റററി സർക്കിളിൽ പോയിട്ട് കവിത എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കവിത വായിച്ച് കേൾപ്പിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഫണ്ട് പേട്രണേജ് ഒക്കെ കിട്ടും. The era was dominated by the rise of lyrical poetry, with the sonnet being the most prestigious form. സോ പോയിട്രി എന്ന് പറയുന്നതൊന്നും ഫ്ലറിഷ് ചെയ്ത് വരുന്നുള്ളൂ. സോണറ്റ് ആയിരുന്നു മേജർ ലിറ്റററി ഫോം. സോ സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസ് ഉള്ള ഒരു കവിത, ഒരു ചെറിയൊരു കവിതേനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചെന്ന് നോക്കണം. ദി 2 മെയിൻ സോണറ്റ് ഫോംസ് വെർ യൂസ്ഡ്, ദി പെട്രാർക്കൻ ഓർ ഇറ്റാലിയൻ സോണറ്റ് ആൻഡ് ദി ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ്. സോ ജസ്റ്റ് എന്താണ് ഈ സോണറ്റ്സ് എന്ന് നോക്കാം. അടുത്തതാണ് പെട്രാർക്കൻ അഥവാ ഇറ്റാലിയൻ സോണറ്റ്. സോ പെട്രാർക്കൻ സോണറ്റിൻ്റെ മറ്റൊരു പേരാണ് ഇറ്റാലിയൻ സോണറ്റ്. പെട്രാർക്ക് എന്ന് പറയുന്ന ഓതറായിരുന്നു ഈ ഒരു സോണറ്റ് ഫോം കണ്ടുപിടിച്ചത്. പക്ഷേ ഇംഗ്ലണ്ടിലോട്ട് അത് കൊണ്ടുവന്നത് ബ്രോട്ട് ടു ഇംഗ്ലണ്ട് ബൈ സർ തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹവാർഡ്, ഏൾ ഓഫ് സറി. സോ ഇവർ രണ്ടുപേരും അത്യാവശ്യം ഒരു അരിസ്റ്റോക്രാറ്റിക്, ഒരു നൊബിലിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് സർ എന്ന് പറയുന്ന ടൈറ്റിലും ഏൾ എന്ന് പറയുന്ന ടൈറ്റിലും ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 14 ലൈൻസ് ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വൃത്തം എന്ന് പറയത്തില്ലേ മലയാളത്തിൽ, നോട്ട് ദി സർക്കിൾ അല്ല, കവിതയ്ക്കുള്ളിലെ വൃത്തം. ഇപ്പോൾ മഞ്ചരി വൃത്തം എന്ന് പറയുന്ന പോലത്തെ ഒരു വൃത്തമാണ് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. ഒരു സ്ട്രെസ്ഡ് ഫോളോഡ് ബൈ അൺസ്ട്രെസ്ഡ്. ആദ്യത്തെ വാക്ക് ഒന്ന് സ്ട്രെസ്സിൽ പറയും, രണ്ടാമത്തെ വാക്ക് അൺസ്ട്രെസ്ഡ് ആയിരിക്കും, സ്ട്രെസ് ഇല്ലാതെ പറയും. ഇതാണ് ഇതിൻ്റെ ഒരു താളം എന്ന് പറയുന്നത്. ഈ താളത്തിൽ വരുന്ന 14 ലൈൻസിനെയാണ് നമ്മുടെ ഇറ്റാലിയൻ അഥവാ പെട്രാർക്കൻ സോണറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഡിവിഷൻ വരുന്നുണ്ട്, 8 ലൈൻ. ആദ്യത്തെ 8 ലൈൻ അതിൻ്റെ റൈം സ്കീമാണ് ആ ബ്രാക്കറ്റിലിട്ടേക്കുന്നത്, ABBA എന്ന് പറയുന്നത്. ആദ്യത്തെ 8 ലൈനിന് ഒക്ടേവ് എന്നും അടുത്ത് വരുന്ന 6 ലൈനിന് സെസ്റ്ററ്റ് എന്നുമാണ് പറയുക. അവിടത്തെയും റൈമിംഗ് സ്കീം കൊടുത്തിട്ടുണ്ട്. സോ യൂഷ്വലി ഒക്ടേവ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ഐഡിയനെ അല്ലെങ്കിൽ ഒരു ഇമോഷനെ പറ്റിയിട്ട് സംസാരിക്കും. എന്നിട്ട് സെസ്റ്ററ്റാണ് അതിനുള്ളൊരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം. അപ്പോൾ ആദ്യത്തെ 8 വരിയിൽ പറഞ്ഞ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് അടുത്ത 6 വരിയിൽ വരിക. സോ അത്രേ ഉള്ളൂ നമ്മുടെ പെട്രാർക്കൻ സോണറ്റ്. അതിൻ്റെ തീംസ് മോസ്റ്റ്ലി വരുന്നത് പ്രണയത്തിനെ പറ്റിയിട്ടും സ്നേഹത്തിനെ പറ്റിയിട്ടും സൗന്ദര്യത്തിനെ പറ്റിയിട്ടും പിന്നെ തിരികെ കിട്ടാത്തൊരു പാഷൻ അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം കൊടുക്കപ്പെടുന്ന ഒരു സ്നേഹത്തിനെ പറ്റിയിട്ടൊക്കെയാണ് തീംസ് വരിക. ഇനി നമുക്ക് ഉള്ള അടുത്ത സോണറ്റിൻ്റെ ഫോമാണ് ദി ഷേക്സ്പീരിയൻ സോണറ്റ് അഥവാ ദി ഇംഗ്ലീഷ് സോണറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് പെർഫെക്റ്റഡ് ബൈ വില്യം ഷേക്സ്പിയർ. 14 ലൈൻസ് തന്നെയാണ്, അയാംബിക് പെൻറ്റാമീറ്റർ തന്നെയാണ്. ഇനി എന്താണ് ഇംഗ്ലീഷ് സോണറ്റും ഇറ്റാലിയൻ സോണറ്റും തമ്മിൽ വരുന്ന വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ഡിവിഷനായിട്ടാണ് വരിക, ഒക്ടേവും സെസ്റ്ററ്റും. ഇവിടെ വരുന്നതോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ക്വാഡ്രൈൻസ് ആൻഡ് റൈമിംഗ് കപ്ലറ്റ്. 4 വരികളുള്ള 3 സ്റ്റാൻസയായിട്ടും പിന്നീട് 2 വരികളുള്ള ഒരു റൈമിംഗ് കപ്ലറ്റായിട്ടുമാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, 4 വരികളുള്ള 3 സ്റ്റാൻസ്, അപ്പോൾ 12 ലൈനായി, പിന്നെ 2 ലൈനുള്ള ഒറ്റ ഒരു കപ്ലറ്റ്, അങ്ങനെ 14 ഇത് വരും, ലൈൻസ് വരും. The quatrains develop an argument or themes step by step, while the couplet provides a strong conclusion or a epigrammatic twist. So ഈ ആദ്യത്തെ 3-4 സ്റ്റാൻസുള്ള വരികളുണ്ടല്ലോ, ഇതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞു വരും. പ്രശ്നം അല്ലെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു വന്നിട്ട് ഇതിൻ്റെ പരിഹാരം വളരെ ബ്രീഫായിട്ട്, എപ്പിഗ്രാമാറ്റിക് എന്ന് പറയുമ്പോൾ വളരെ ബ്രീഫായിട്ട് 2 വരികളിലൂടെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം പറഞ്ഞ് സോണറ്റ് അവസാനിപ്പിക്കുന്നത്. It's more flexible than Petrarchan, allowing dramatic progression and wit. സോ ഇതിന് ഒരു പ്രോഗ്രസ് ചെയ്ത് വരാനുള്ളൊരു സമയമുണ്ട്, ഒന്ന് ഫ്ലെക്സ് ചെയ്ത് അതൊക്കെ
സംസാരിച്ച് വരാനുള്ളൊരു സാവകാശം ഇംഗ്ലീഷ് സോണറ്റിന് കിട്ടാറുണ്ട്. അതർ മേജർ ഫോംസ് included the epic long narrative poem on a grand scale, the pastoral and materialistic translation of classical works. സോ സോണറ്റ് ഫോമിൻ്റെ പുറമെ അടുത്ത് എപ്പിക് ഐതിഹാസികമായിട്ടുള്ള എഴുത്തുകൾ അഥവാ ഇതിഹാസങ്ങളെന്ന് പറയുന്ന വളരെ വലിയ ലോങ് നരേറ്റീവ് പോംസും ഈ ഒരു ടൈമിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പാസ്റ്ററൽ, നാട്ടിടമാരുടെ ജീവിതത്തിനെ പറ്റിയിട്ടും റൂറൽ ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ളതും പിന്നെ ചില ക്ലാസിക്കൽ വർക്ക്സിൻ്റെ ട്രാൻസ്ലേഷൻസും എല്ലാം ഈ സമയത്ത് കാണപ്പെട്ടു വന്നിരുന്നു. മേജർ എലിസബത്തൻ പോയിട്രിയുടെ തീംസ് എന്ന് പറയുന്നത് ലവ്, ബ്യൂട്ടി, കോർട്ട്ലി ഐഡിയൽസ്, ടൈംസ് പാസേജ്, മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ ഒരു മാതൃകാപരമായ കാര്യങ്ങൾ, പിന്നെ നാഷണൽ ഐഡൻറ്റിറ്റി. ഇതൊക്കെയായിരുന്നു നമ്മുടെ എലിസബത്തൻ പോയിട്രിയിലെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് സിലബസിൽ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ടോട്ടൽസ് മിസ്സലനി. 1557 വരുന്നതാണ്. ഇറ്റ്സ് ദി ഫസ്റ്റ് എവർ പ്രിൻറ്റഡ് ആന്തോളജി ഓഫ് ഇംഗ്ലീഷ് പോയിട്രി. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചോണം. ടോട്ടൽസ് മിസ്സലനി എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് പോയിട്രിയുടെ ആദ്യത്തെ ആന്തോളജി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെൻറ്റ് ഓതേഴ്സ്. ഒരാളിൻ്റെ വർക്കുകളല്ല ആന്തോളജിക്കകത്ത് വരുന്ന പല ആൾക്കാരുടെയും എഴുത്തുകൾ വരുന്നതാണ് ആന്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്യപ്പെട്ട ആന്തോളജിയാണ് ടോട്ടൽസ് മിസ്സലനി. ബ്രോക്ക് പോയിട്രി ഫ്രം പ്രൈവറ്റ് മാനുസ്ക്രിപ്റ്റ് സർക്കുലേഷൻ ഇൻ ടു ദി പബ്ലിക് കൊമേഴ്ഷ്യൽ സ്പിയർ. സോ ആൾക്കാർ സ്വന്തമായിട്ട് എഴുതിയിട്ട് ആ ഒരു കൈയെഴുത്ത് പ്രതി മറ്റൊരാളെ വായിച്ച് കേൾപ്പിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ട് ആദ്യമായിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു ലെവലിലേക്ക് ഒരു സർക്കുലേഷൻ കൊണ്ടുവന്നത് ടോട്ടൽസ് മിസ്സലനിയാണ്. Featured poets like Sir Thomas Wyatt, who introduced the Petrarchan sonnet, and Henry Howard, Earl of Surrey, who developed the English sonnet and blank verse. So നമ്മുടെ നേരത്തെ പറഞ്ഞ 2 സോണറ്റേഴ്സ് അഥവാ സോണറ്റ് എഴുത്തുകാരായിരുന്ന സർ തോമസ് വ്യാട്ടിൻ്റെയും ഹെൻറി ഹവാർഡിൻ്റെയും ഒക്കെ എഴുത്തുകൾ നമ്മുടെ ടോട്ടൽസ് മിസ്സലനിയിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ എന്ന് പറയുന്ന ഒരാൾ ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ടോട്ടൽസ് മിസ്സലനി എന്ന് പറയുന്നത്. സോ മിസ്സലനി എന്ന് പറയുമ്പോൾ തന്നെ പല വർക്കിൻ്റെയും കൂടിച്ചേരൽ എന്നൊരു മീനിങ് വരുന്നുണ്ട്. Then Sir Philip Sidney considered the perfect Renaissance man a courtier, soldier and poet. So Philip Sidney എന്ന് പറയുന്ന വ്യക്തിയെ റിനൈസൻസ് മാൻ അഥവാ റിനൈസൻസിൻ്റെ സ്പിരിറ്റ് മുഴുവനായിട്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ഒരു കോർട്ടിയർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരത്തിൽ സഭയിലെ ഒരു അംഗമായിരുന്നു, ഒരു സോൾജിയർ ആയിരുന്നു, ഒരു പോയറ്റും ആയിരുന്നു. Wrote the Defense of Poesy, a foundational text of English literary criticism, arguing for poetry's high value. സോ പോയിട്രിയുടെ ഒരു വില ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആ ഒരു ടൈമിൽ പോയിട്രി എഴുതുന്നവർക്കൊന്നും അധികം ഒരു വില ഉണ്ടായിരുന്നില്ല. ആർട്ടിസ്റ്റുകൾക്ക് പൊതുവിൽ ഒരു വിലയില്ലാതിരുന്ന ഒരു ടൈമിൽ പോയിട്രിയുടെ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിരുന്നു ദി ഡിഫൻസ് ഓഫ് പോയസി. ഇത് അദ്ദേഹമാണ് എഴുതിയത്. പിന്നെ അദ്ദേഹം ഒരുപാട് സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ സോണറ്റ് സീക്വൻസിൻ്റെ പേരാണ് ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. It's a dramatic story of unrequited love and set a fashion for the form. ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സോണറ്റ് സീക്വൻസ് ആയിരുന്നു. ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഓവർ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു കഥയാണ്. ആസ്ട്രോഫൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്റ്റെല്ല എന്ന് പറയുന്ന സ്ത്രീയോട് ഇഷ്ടം തോന്നുകയും ആ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് കുറേ കവിതകളുടെ രൂപത്തിൽ ആ സ്ത്രീനെ ഇഷ്ടം അറിയിക്കുന്ന ഒരു രീതിയാണ്. ഒരു ലവ് സോണറ്റ് എന്ന് പറയുന്നൊരു മേജർ ജോണർ തന്നെ തുടങ്ങുന്നത് അദ്ദേഹം ഈ ഒരു സോണറ്റുകൾ എഴുതുന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല, ദി ഡിഫൻസ് ഓഫ് പോയസി, ദെൻ ദി ആർക്കേഡിയ. സോ ഓർക്കേണ്ട കാര്യം ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്ന സോണറ്റ് ഫോം ലവേഴ്സിൻ്റെ ഒരു അവരിഷ്ടത്തിലാവുന്നതിനെ പറ്റിയിട്ടും ആദ്യ റിജക്ഷൻ പിന്നീട് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സോണറ്റാണ്. ദെൻ ഡിഫൻസ് ഓഫ് പോയട്രി ഓൾറെഡി പറഞ്ഞു. പിന്നെ ആർക്കേഡിയ എന്ന് പറഞ്ഞിട്ട് അനദർ പോയട്രിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ മേജർ ഫിഗറാണ് എഡ്മണ്ട് സ്പെൻസർ, നോൺ ആസ് ദി പോയിറ്റ്സ് പോയറ്റ് ഫോർ ഹിസ് ഇമ്മെൻസ് ടെക്നിക്കൽ സ്കിൽ ആൻഡ് ഡെഡിക്കേഷൻ ടു ഹിസ് ക്രാഫ്റ്റ്. ഒരു 1 വേർഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇസ് നോൺ ആസ് ദി പോയറ്റ്സ് പോയറ്റ്. കവികളുടെ കവി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്മണ്ട് സ്പെൻസറിനെയാണ്. ഒരുപാട് വലിയ അദ്ദേഹത്തിൻ്റെ എഴുത്തിനകത്ത് തന്നെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലും ഡെഡിക്കേഷനും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എഡ്മണ്ട് സ്പെൻസർ. He invented the 9-line Spenserian stanza for his epic romance.
ഒരു സ്റ്റാൻസ എന്ന് പറയുമ്പോൾ ഒരു 4 വരി അല്ലെങ്കിൽ 6 വരി പോട്ടെ 8 വരി എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് നിന്നും 9 ലൈനുള്ള ഒറ്റ സ്റ്റാൻസ വെച്ചിട്ട് കവിത എഴുതാൻ തുടങ്ങി അദ്ദേഹം. അതും എപ്പിക് റൊമാൻസസ് ആയിരുന്നു, പ്രണയ കവിതകളായിരുന്നു അദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത്. സോ 9 ലൈൻ സ്റ്റാൻസ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ സ്പെൻസറിയൻ സ്റ്റാൻസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹിസ് വർക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിച്ച് അലഗറി, കോംപ്ലക്സ് ആർക്കേസ് ആൻഡ് ഡീപ്പ് എൻഗേജ്മെൻറ്റ് വിത്ത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് തീംസ് അണ്ടർ എലിസബത്ത് ദി ഫസ്റ്റ്. സോ എലിസബത്ത് രാജ്ഞിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവി കൂടിയായിരുന്നു എഡ്മണ്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിനകത്ത് അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ വർക്കായ പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണെങ്കിൽ ഒരുപാട് അലഗറിയും ആർക്കേസും എന്ന് പറയുമ്പോൾ ഭാഷയെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് അതിമനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കലും റിലീജിയസ് തീംസും നമ്മുടെ ക്വീൻ എലിസബത്തിനെ പുകഴ്ത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മേജർ വർക്കാണ് ദി ഫെയറി ക്വീൻ. രാജ്ഞീനെ പറ്റിയിട്ട് ഇപ്പോൾ ക്വീൻ അത്രയും ഫെയർ ആയിട്ടുള്ള എലിസബത്ത് രാജ്ഞീനെയാണ് ഫെയറി ക്വീൻ അഥവാ ഫെയർ ക്വീൻ എന്നുള്ള ലെവലിന് എഴുതിയിട്ടുള്ളത്. സോ ആരെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ആർക്കാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എലിസബത്ത് ദി ഫസ്റ്റ് ആണ്. ദെൻ അമോറിറ്റി എന്ന് പറഞ്ഞിട്ട് അതൊരു സോണറ്റുകളായിരുന്നു അമോറിറ്റി എന്ന് പറയുന്നത്. ദെൻ എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിതയുണ്ട്, അതൊരു വിവാഹത്തിനെ പറ്റിയിട്ടുള്ളൊരു കവിതയാണ്. ദെൻ പ്രോത്തലാമിയൻ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വിവാഹത്തിനെ പറ്റിയിട്ടും സ്വന്തം ബ്രൈഡിനെ പറ്റിയിട്ടുമൊക്കെ എഴുതിയിട്ടുള്ളൊരു കവിതയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി വില്യം ഷേക്സ്പിയർ എലിസബത്തൻ പോയറ്റ് എന്നുള്ളതിൽ ഉപരി പ്ലേ റൈറ്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് വില്യം ഷേക്സ്പിയർ. സോ പ്ലേ റൈറ്റ് ആയിട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും ഒരു മാസ്റ്റർ ക്ലാസ് പോയറ്റ് കൂടെയായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്ന ഒരു ഫോമിനെ തന്നെ പെർഫെക്റ്റ് ചെയ്തെടുത്തത് അദ്ദേഹമാണ്. ഇംഗ്ലീഷ് സോണറ്റിൽ നേരത്തെ പറഞ്ഞു, ഹിസ് സോണറ്റ്സ് എക്സ്പ്ലോർ ലവ്, ലസ്റ്റ്, ബിട്രയൽ, മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നശ്വരമാണ്, നമ്മൾ ഏത് സമയത്തും മരിക്കാം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടും എഴുതിയിട്ടുണ്ട്. ആൻഡ് ദി പവർ ഓഫ് ആർട്ട് വിത്ത് അൺപ്രസിഡൻറ്റഡ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ എഴുതി വരുന്ന ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് വില്യം ഷേക്സ്പിയറാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ സൈക്കിയുടെ ഉള്ളിൽ എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും എന്നുള്ളൊരു നിലയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹിസ് നറേറ്റീവ് പോംസ് വെയർ ഹൈലി പോപ്പുലർ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് പേട്രൺ ദി ഏൾ ഓഫ് സതാംപ്ടൺ. സോ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് വർക്കുകൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ടു WH എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഈ WH എന്നുള്ളത് ഇപ്പോഴും കറക്റ്റ് അറിയത്തില്ല. ഏൾ ഓഫ് സതാംപ്ടൺ ആണെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേട്രൺ അഥവാ അദ്ദേഹത്തിന് പേട്രണേജ് കൊടുത്ത് അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഏൾ ഓഫ് സതാംപ്ടൺ. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് സോണറ്റ്സ് 154 സോണറ്റ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കണം, ഞാനിവിടെ കൊടുത്തിട്ടില്ല. 154 സോണറ്റ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരു ഫെയർ യൂത്തിനും ഒരു ഡാർക്ക് ലേഡിക്കും അവസാനം ക്യൂപ്പിഡിനും ഒക്കെ ആയിട്ടാണ് ഇത് അദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 2 പോയംസാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. ഒന്ന് വീനസ് ആൻഡ് അഡോണിസ്, ഒരു ലോങ് നറേറ്റീവ് പോമാണ്. ദെൻ ദി റേപ്പ് ഓഫ് ലുക്രീസ്. ഈ 2 കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സോ നാടകകൃത്തം എന്നുള്ള ഷേക്സ്പിയറിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും കവിത എഴുതുന്ന കവിയായിട്ടുള്ള ഷേക്സ്പിയറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോണറ്റ് 154 സോണറ്റും 2 ലോങ് നറേറ്റീവ് പോയംസുമാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇസബെല്ല വിറ്റ്നി, വൺ ഓഫ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൺ ടു റൈറ്റ് സെക്യുലർ പോയട്രി ഫോർ എ ലിവിങ്. Her poetry offers a direct, witty and practical middle-class perspective, a rare voice in the period. സോ എന്തുകൊണ്ട് ഇസബെല്ല വിറ്റ്നി ഇത്രയും ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കവിത എഴുതിയിട്ട് അത് ജീവിത മാർഗമാക്കി മാറ്റിയ, കവിത എഴുതി കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരു സെക്യുലർ കവിതകൾ എഴുതിയ ഒരു സ്ത്രീയായിരുന്നു ഇസബെല്ല വിറ്റ്നി. ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് വുമൺ. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകൾ പഠിക്കുന്നത് തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല. ആ ടൈമിൽ എല്ലാവരോടും ചേർത്ത് നിന്നുകൊണ്ട് സ്വന്തമായിട്ട് കവിതകൾ എഴുതി അതിൽ നിന്നും ഏൺ ചെയ്ത് ജീവിച്ചു എന്നുള്ളതായിരുന്നു ഇസബെല്ല വിറ്റ്നിയുടെ ഒരു പ്രത്യേകത. മാത്രമല്ല വളരെ ഡയറക്റ്റായിട്ട് വിറ്റിയായിട്ട് ഇൻ്റലക്ച്വലായിട്ടൊക്കെയാണ് നമ്മുടെ ഇസബെല്ല വിറ്റ്നി ഓരോ എഴുത്തുകളും എഴുതിയിരുന്നത്. ആൻഡ് പ്രാക്ടിക്കൽ മിഡിൽ ക്ലാസ് പെർസ്പെക്റ്റീവ്, ഒരു നൊബിലിറ്റി അഥവാ രാജ്ഞീനെയും വലിയ വലിയ അരിസ്റ്റോക്രാറ്റ്സിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്നതിൽ നിന്നും വിപരീതമായിട്ട് മിഡിൽ ക്ലാസ്സുകാരുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ തുടങ്ങി.
ഇറ്റ് വാസ് എ റെയർ വോയിസ് ഓഫ് ദി പീരീഡ്. ആ ഒരു സമയത്ത് ആരും അങ്ങനെ മിഡിൽ ക്ലാസ്സിനെ പറ്റിയിട്ടൊന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. ദെൻ ഹെർ മേജർ വർക്ക്സ് ആർ ദി കോപ്പി ഓഫ് എ ലെറ്റർ, എ സ്വീറ്റ് നോസ് ഗേ. 2 വർക്ക്സാണ് മെയിനായിട്ടുള്ളത്, എ സ്വീറ്റ് നോസ് ഗേയും ദി കോപ്പി ഓഫ് എ ലെറ്ററും. ഇനി ഉള്ളൊരു വ്യക്തിയാണ് മേരി സിഡ്നി. ഷീ വാസ് ദി കൗണ്ടസ് ഓഫ് പെംബ്രോക്ക്. ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷീ റാൻ ആൻ ഇൻ്റലക്ച്വൽ സർക്കിൾ അറ്റ് ഹെർ എസ്റ്റേറ്റ് വിൽട്ടൺ ഹൗസ്. പുള്ളിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടസ് ആയിരുന്നു, അതായത് ഒത്തിരി കാശുള്ള ഒരു റോയൽ കുടുംബമാണ്. മേരി സിഡ്നി അല്ല എഴുത്തുകാരിയായിരുന്നത്, പക്ഷേ എഴുത്തുകാർക്ക് സ്പോൺസർ ചെയ്ത് സ്വന്തമായിട്ട് കാശുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. കവികളെയും സാഹിത്യത്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ഇൻ്റലക്ച്വൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സ്പോൺസർ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. ഷി വാസ് എ ബ്രില്യൻ ട്രാൻസ്ലേറ്റർ ആൻഡ് പോയറ്റ് ഇൻ ഹെർ ഓൺ റൈറ്റ്. ഇനി സ്പോൺസർഷിപ്പ് കൊടുക്കുക മാത്രമല്ല, പുള്ളിക്കാരിയും എഴുതുമായിരുന്നു. എപ്പോഴും ഇല്ലെങ്കിലും എഴുത്തിനേക്കാളും ഉപരി ഒരു നല്ല ട്രാൻസ്ലേറ്റർ ആയിരുന്നു. വേറെ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ഹെർ മെട്രിക്കൽ സ്ലാംസ് വെർ അഡ്മയർഡ് ഫോർ ദെയർ ടെക്നിക്കൽ വെറൈറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പോയറ്റ്സ്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലെല്ലാം സാംസ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധമായിട്ടുള്ള പ്രകീർത്തനങ്ങൾ എഴുതുമായിരുന്നു. അതിൻ്റെ അകത്തെല്ലാം നല്ല കൃത്യമായിട്ടുള്ള താളം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ടും പിൽക്കാലത്ത് വന്ന പോയിറ്റ്സിനെല്ലാം താളാത്മകമായിട്ട് എഴുതാനൊരു ഇൻസ്പിറേഷനായിട്ടും മേരി സിഡ്നി ആയിരുന്നു. മേജർ വർക്ക് എന്ന് പറയുന്നത് ദി സിഡ്നി സാൾട്ടർ എന്നതായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 13 വരുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 13 നോക്കി, എലിസബത്തൻ പീരീഡിൻ്റെ ഒരു ഓവർവ്യൂവും നോക്കിയിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.